ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LPG ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും LPG ലൈവിൽ പോയി കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് വെറുതെ വലിച്ചു നീട്ടാതെ ആവശ്യമുള്ളത് ഒന്നും ഒമിറ്റ് ചെയ്യാതെ എന്ന് പറയുമ്പോൾ സിലബസിലുള്ളത് എല്ലാം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് വിത്ത് നോട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട സാഹചര്യം ഉള്ളപ്പോൾ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടായിരിക്കും ഈ ചാനലിലൂടെ സംഭവങ്ങൾ ചെയ്ത് പോകുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൻ്റെ തന്നെ നെക്സ്റ്റ് സെക്ഷനും അതുപോലെ തന്നെയുള്ള ഇനി എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഈ ഒരു സെഗ്മെന്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും തന്നെ പഠിച്ചിട്ടുള്ള ഒരു സെഗ്മെന്റ് ആയിരിക്കും. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വേരിയസ് ടൈപ്സ്, വേരിയസ് ജനറേഷൻസിലൂടെയാണ് കടന്നു വന്ന് നമ്മളിപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ വന്ന് നിൽക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നോ പ്രോബ്ലം. ഒരു റിവിഷൻ പോലെ തന്നെ നമുക്കത് പഠിച്ച് വീണ്ടും മുന്നോട്ട് പോകാം. ഫൈൻ. ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് 1940 തൊട്ട് 1956 വരെയാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ അതിൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷനിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ENIAC എന്ന് പറയും. ENIACനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ENIACൻ്റെ ഒരു ഫിഗർ നിങ്ങൾ കണ്ടു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഹോളിൻ്റെ അകത്ത് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്പ്യൂട്ടറായിരുന്നു. അത്രയും വലിയ സൈസ് വേണമായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഫിഗർ എന്ന് പറഞ്ഞാൽ വാക്യൂം ട്യൂബ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് വാക്യൂം ട്യൂബ് ആയിരുന്നു. ഈ വാക്യൂം ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ക്രിയേറ്റ് ചെയ്തത് തന്നെ. ഇതിലായിരുന്നു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തത്. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വേരിയസ് കൈൻഡ്സ് ഓഫ് സ്റ്റോറിങ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുകയും പിന്നെ ആവശ്യമുള്ളപ്പോൾ അതിൽ നിന്ന് എടുക്കാനും ഒക്കെ സാധിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഇതിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇൻപുട്ടിന് വേണ്ടി പഞ്ച്ഡ് കാർഡ്സും പേപ്പർ ടേപ്സുമാണ് യൂസ് ചെയ്തിരുന്നത്. ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രിന്റ് ഔട്ട്സിലൂടെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൾക്കി ആയിരുന്നു. നിങ്ങൾക്ക് ആ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം. ലാർജ് റൂംസ് വേണമായിരുന്നു. അതുപോലെ തന്നെ വാക്യൂം ട്യൂബ്സിൻ്റെ വേറെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എമിറ്റഡ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഭയങ്കര ചൂട് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ENIAC ഫസ്റ്റ് ജനറേഷനിൽ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടറാണ് ENIAC. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്ററിൻ്റെ ഫുൾ ഫോം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതാണ് ഫസ്റ്റ് ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഓക്കെ, ENIAC ഏകദേശം 30 to 50 feet ലോങ് ആയിരുന്നു. 30 ടൺസോളം വെയിറ്റ് ഉണ്ടായിരുന്നു. 18,000ഓളം വാക്യൂം ട്യൂബ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 70,000 രജിസ്റ്റേഴ്സ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏകദേശം ആ ഫിഗർ കാണുമ്പോഴും ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഇമാജിൻ ചെയ്യാം ഹൗ മച്ച് ബിഗ് ഇറ്റ് വാസ്, അല്ലേ? അതോടൊപ്പം തന്നെ ഈ ജനറേഷനിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത വേറൊരു മെഷീനാണ് EDVAC. ഫുൾ ഫോം ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇത് ഡിസൈൻ ചെയ്തത് വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ ആയിരുന്നു. ഇപ്പം ഇതിൽ മെമ്മറി ഉണ്ടായിരുന്നു, പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനും ഡാറ്റയ്ക്കൊക്കെ വേണ്ടിയിട്ട്. ഈ ജനറേഷനിൽ തന്നെ വേറെ ഒരു കമ്പ്യൂട്ടറാണ് UNIVAC അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഇത് 1952 ഡെവലപ്പ് ചെയ്തതാണ്. കമേഴ്ഷ്യലായിട്ട് വന്ന ഫസ്റ്റ് കമ്പ്യൂട്ടർ UNIVAC ആണ്. കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിൽസിന് വരികയും നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ UNIVAC ആയിരുന്നു. അപ്പോൾ ഈ ജനറേഷൻ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമുക്കൊരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ഇൻപുട്ട് നമ്മുടെ പർട്ടിക്കുലർ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് വരുന്നു. അവിടെ നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റിലൂടെ സംഭവങ്ങൾ ഇവിടെ വരുന്നു, കംപ്ലീറ്റ് പ്രോസസ്സിംഗ് എല്ലാം കഴിയുന്നു, ആവശ്യമുള്ളത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതെല്ലാം റീഡ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് വരുന്നു. ഈ ഒരു പർട്ടിക്കുലർ ഫിഗർ നമ്മൾ കാണാതെ പഠിക്കണം. മാത്രമല്ല ഇത് വെരി ഈസി ആയിട്ടുള്ള ഒരു ഫിഗറാണ്. കുറേ പ്രാവശ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്
ജോൺ ബോൺ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ CPU, ALU, CU, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, മെമ്മറി, ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഐറ്റം. നമ്മൾ ഇനി നേരെ സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലേക്കാണ് പോകുന്നത്. 1956 തൊട്ട് 63 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലെ ഏറ്റവും വലിയ ഡിഫറൻസ് ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വാക്യൂം ട്യൂബിൽ നിന്ന് നേരെ ട്രാൻസിസ്റ്ററിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഒരു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫിഗറും തൊട്ടിപ്പുറത്ത് 2 ട്രാൻസിസ്റ്റേഴ്സും കാണിച്ചിട്ടുണ്ട്. ബിൽറ്റ് യൂസിങ് ട്രാൻസിസ്റ്റേഴ്സ്. നമ്മുടെ ഫസ്റ്റ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലെസ് എക്സ്പെൻസീവ് ആയി, ഹീറ്റ് കുറച്ച് എമിറ്റ് ചെയ്യാൻ തുടങ്ങി, ലെസ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഒരു ജനറേഷൻ നമ്മുടെ സെക്കൻഡ് ജനറേഷനാണ്. പിന്നെ ഈ ജനറേഷനിലാണ് മാഗ്നറ്റിക് മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നമുക്കറിയാം, നമുക്ക് പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ ഉണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പഠിക്കാനുള്ളതാണ്. അപ്പോൾ പ്രൈമറി സ്റ്റോറേജിനും സെക്കൻഡറി സ്റ്റോറേജിനും വേണ്ടി നമ്മൾ മാഗ്നറ്റിക് മെമ്മറി, മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറി ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജനറേഷനിലാണ്. ഇതിൻ്റെ ഈ ജനറേഷനിലെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് IBM 1401 IBM 1620. നിങ്ങൾക്കറിയാം, IBM എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്ന് പറയുന്ന വലിയൊരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മൾ നേരെ പോകുന്നത് തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ്. 1964 തൊട്ട് 1971 വരെ ഈ ജനറേഷൻ ആയിരുന്നു. ഇതിലെ ഫിഗർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. തേർഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും സിസ്റ്റംസ് അത്ര ചെറുതായിട്ടൊന്നുമില്ല, എന്നിരുന്നാലും നമ്മൾ വേറൊരു സംഭവം ഇതിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഒരു ഫിഗർ ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് IC. ഇപ്പം IC എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പർട്ടിക്കുലർ സർക്യൂട്ടിലേക്ക് കുറെ സംഭവങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് വളരെ ചെറുതാക്കി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. IC അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സൈസ് വളരെ കുറയാൻ തുടങ്ങി, സ്പീഡ് കൂടാൻ തുടങ്ങി, കമ്പ്യൂട്ടിംഗ് എഫിഷ്യൻസി കൂടാൻ തുടങ്ങി. കീബോർഡ്സും മോണിറ്റേഴ്സും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ജനറേഷനിലാണ്. ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈ ജനറേഷനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ എക്സാമ്പിൾസ് ഈ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെത് IBM 360 ആൻഡ് IBM 370. ഓക്കെ, ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് നമ്മൾ വരുന്നു. 1971 മുതൽ ഫോർത്ത് ജനറേഷൻ ആണ്. അപ്പോൾ ആ ജനറേഷൻ വന്നപ്പോഴാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി, അല്ലെ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ജനറേഷനിലാണ്. അപ്പോൾ വാക്യൂം ട്യൂബും പോയി, ട്രാൻസിസ്റ്ററും പോയി, ICയും പോയി, നമ്മൾ നേരെ മൈക്രോ പ്രോസസ്സേഴ്സിലേക്ക് വന്നു. അപ്പോൾ ഇതിൽ ഒരു കോർ i7 പ്രോസസ്സറിന്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ i10 പ്രോസസ്സേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ മൈക്രോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. മൈക്രോ പ്രോസസ്സേഴ്സിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ VLSI എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, ട്രാൻസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരൊറ്റ പ്രോസസ്സറിലേക്ക് ആക്കുന്നതിനാണ് നമ്മൾ അതിന് അങ്ങനെ പറയുന്നത്. വളരെ സ്മോളർ ആയിരുന്നു സൈസിൽ, അതുപോലെ തന്നെ ആക്സസിങ് ഫാസ്റ്ററായി, പ്രോസസ്സിങ് സ്പീഡ് നല്ല ഫാസ്റ്ററായി. ഈ ഒരു ജനറേഷനിലാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫോം ചെയ്തത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഫോം ചെയ്തതിനു ശേഷം ഇന്റർനെറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് യുഗത്തിലേക്ക് വരാൻ സാധിച്ചത് ഈ ജനറേഷനിലാണ്. എക്സാമ്പിൾ IBM PC ആൻഡ് Apple II. ആക്ച്വലി നമ്മളിപ്പോൾ ഫോർത്ത് ജനറേഷനിൽ സ്റ്റിൽ റണ്ണിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അത് പറയണൊപ്പം തന്നെ നമ്മൾ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, നമ്മൾ കുറേയൊക്കെ ഈ ജനറേഷനിലേക്ക് എത്തി. അതായത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഇറ്റ് ഇസ് ദ എബിലിറ്റി ടു സിമുലേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ്. അതായത് ഇപ്പം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറേ AI ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം. സ്പീച്ച് റെക്കഗ്നിഷൻ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ അത് മനസ്സിലാക്കിയെടുക്കും. ഫേസ് റെക്കഗ്നിഷൻ, മുഖം കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നു. റോബോട്ടിക് വിഷൻ, റോബോട്ടിക്സ്, ഇപ്പം ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ഓൾറെഡി AI നമ്മുടെ ജനറേഷനിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറേഷനിലേക്ക് AI ഓൾറെഡി ഇൻ്റഗ്രേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ AIക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അത് കോമൺ ആയിട്ടുള്ളത് ലിസ്പും പ്രൊലോഗും ആണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളെ തൽക്കാലം നമ്മൾ ഈ ജനറേഷനെ കുറിച്ചും AI കുറിച്ചും പറയുന്നുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ ഇനിയും വേരിയസ് ഐറ്റംസ് നമ്മൾ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു കമ്പാരിസൺസ് നമുക്ക് ചുമ്മാ നോക്കാം. ഫസ്റ്റില് വാക്യൂം ട്യൂബ്, സെക്കൻഡില് ട്രാൻസിസ്റ്റർ, തേർഡില് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഫോർത്തില് മൈക്രോ പ്രോസസ്സർ, ഫിഫ്തില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഫസ്റ്റിലും സെക്കൻഡിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല, തേർഡ് മുതൽ അങ്ങോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഫസ്റ്റിൽ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ്, സെക്കൻഡിൽ അസംബ്ലി ലാംഗ്വേജ്, തേർഡ് മുതൽ ഹൈ ലെവൽ ലാംഗ്വേജ്, പിന്നെ വേരിയസ് ഇയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പാരിസൺ ടേബിൾ തന്നെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ തന്നെ എഴുതാൻ പറ്റും. ഈ ഒരു കമ്പാരിസൺ ടേബിൾ മസ്റ്റ് ആയിട്ടും അത് പഠിച്ച് വെച്ചേക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂണിവാക് യൂണിവേഴ്സൽ കമ്പ്യൂട്ടർ ആണ്, ബിലോങ് ടു ഡാഷ് ജനറേഷൻ. യൂണിവാക് ഫസ്റ്റ് ജനറേഷൻ തന്നെയായിരുന്നു അല്ലേ? വാട്ട് ഇസ് മെൻ ബൈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്? സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് മെമ്മറി അല്ലെങ്കിൽ മെമ്മറി റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും നമുക്ക് വന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അത് അതിൽ നിന്ന് എടുക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. സേ ട്രൂ ഓർ ഫോൾസ്, കമ്പ്യൂട്ടേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി മെഷീൻ ലാംഗ്വേജസ്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജ് തന്നെയാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ യൂസ് ഓഫ് ഡാഷ്. നമുക്കറിയാം വാക്യൂം ട്യൂബ്സ് ആയിരുന്നു. What is the major technological advancement in the fourth generation computers? That is microprocessors. എങ്ങനെയുണ്ടായിരുന്നു ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ? സിമ്പിൾ അല്ലേ? വെരി ഈസി. അപ്പോൾ നമ്മൾ ആ ഏറ്റവും അവസാനം ഡിസ്കസ് ചെയ്ത ആ ഒരു കമ്പാരിസൺ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഈസിയാണ്. കമ്പാരിസൺസ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇയേഴ്സ്, എന്തൊക്കെ ഐറ്റംസ് ആണ് കൃത്യമായിട്ട് വരുന്നത്, വാക്യൂം ട്യൂബാണ്, ട്രാൻസിസ്റ്ററാണ്, IC ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോത്തിൻ്റെയും അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം ഈസിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്.